program. പ്രിയപ്പെട്ടവരെ, നമസ്തേ. ബ്ലെസ്സി സംവിധാനം ചെയ്ത ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന സിനിമ നജീബ് എന്ന ഒരു പ്രവാസിയുടെ അതിജീവനത്തിൻ്റെ കഥയാണ് പറയുന്നത്. മരുഭൂമിയിൽ നിഷ്കരുണരായ മനുഷ്യരോടും പ്രതികൂല സാഹചര്യങ്ങളോടും മല്ലടിച്ച് വിവരണാതീതമായ കഷ്ടപ്പാടുകളിലൂടെ കടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്ന നജീബിൻ്റെ കഥ വികാരഭരിതമാണ്. ബെന്യാമിൻ്റെ പ്രശസ്തമായ ഈ നോവൽ അഭ്രപാളിയിലെത്തിക്കാൻ 15 വർഷത്തെ കഠിന പ്രയത്നമാണ് ബ്ലെസ്സിയും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളും നടത്തിയത്. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ചിത്രമാകാനും ഓസ്കാർ പട്ടികയിൽ തന്നെ ഇടം തേടാനും സാധ്യതയുള്ള ഈ ഉജ്ജ്വല സിനിമയുടെ ഓഡിയോ വീഡിയോ ലോഞ്ച് കൊച്ചിയിൽ വെച്ച് നടന്നപ്പോൾ ഞാനും അതിൽ പങ്കെടുത്തു. സിനിമയുടെ മ്യൂസിക് കമ്പോസ് ചെയ്ത AR റഹ്മാൻ മുതൽ ക്യാമറാമാൻ, മേക്കപ്പ് മാൻ, ആർട്ടിസ്റ്റ്, പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് തുടങ്ങിയ എല്ലാവരെയും ഈ ചടങ്ങിൽ ആദരിച്ചു. ഒപ്പം ഈ കഥയുടെ കേന്ദ്ര ബിന്ദുവായ നജീബിനെയും. AR റഹ്മാന് കിട്ടിയ കയ്യടിയേക്കാളും കൂടുതൽ കയ്യടി കിട്ടിയത് നജീബിനായിരുന്നു. മൃതപ്രായനായിരുന്നിട്ടും ഇഞ്ചിഞ്ച് മരിച്ചുകൊണ്ടിരുന്നിട്ടും തോൽവി സമ്മതിക്കാതെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ നജീബ് സ്റ്റേജിൽ കയറിയപ്പോൾ എന്താണ് പറയേണ്ടത് എന്നറിയാതെ വിതുമ്പുകയായിരുന്നു. പടച്ചോനെ, എല്ലാവർക്കും നന്ദി, എല്ലാത്തിനും നന്ദി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കണ്ണു നിറയാത്തവരായി ആരുമുണ്ടായിരുന്നില്ല സദസ്സിൽ. ആരോടും പരിഭവിക്കാതെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും തന്നെ കാത്തു സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ നജീബ് നമുക്ക് ഒരു വലിയ പാഠമാണ് നൽകുന്നത്. എന്താണ് നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്നത്? അതെ, നന്ദി എന്ന ഒരു വാക്കു മാത്രം. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന നന്മകളോട് അത് പ്രദാനം ചെയ്യുന്ന എല്ലാവരോടും നാം നന്ദിയുള്ളവരാകണം. മറ്റുള്ളവരോട് നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് സന്തോഷവും ശാന്തതയും അനുഭവപ്പെടുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നന്മ കടന്നു വരാൻ അത് അനുവദിക്കുന്നു. പൊതുസമ്മേളനങ്ങളിലെ നന്ദി പ്രകടനം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഉദ്ഘാടകൻ, അധ്യക്ഷൻ എന്ന് തുടങ്ങി ചടങ്ങിൽ പങ്കെടുത്ത സകല പേരുടെയും പേരെടുത്തു പറഞ്ഞ് കൃതജ്ഞതാ പ്രകാശനം നടത്തുമ്പോൾ മിക്കപ്പോഴും സദസ്സ് കാലിയായിരിക്കും. വന്നവർക്കും വരാത്തവർക്കും ഇനി വരുവാനുള്ളവർക്കും വിട്ടുപോയവർക്കും സൗണ്ടിനും ലൈറ്റിനും മൈക്കിനും വരെ പ്രസംഗകൻ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ അത് അരോചകമാകുന്നു. അതുകൊണ്ടാണ് ആളുകൾ എഴുന്നേറ്റ് പോകുന്നത്. ഈ കൃതജ്ഞതാ പ്രകടനം ഏറ്റവും ചുരുക്കി ഏതാനും വാക്കുകളിൽ ആത്മാർത്ഥതയോടെ പറയുകയാണ് വേണ്ടത്. കൃതജ്ഞതയ്ക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഒന്നാമതായി, ഇത് മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നു. അത് നമുക്ക് സന്തോഷം പകരുന്നു. കൃതജ്ഞതയുള്ള സമൂഹം സുബോധമുള്ള സമൂഹമാകും. ഏറ്റവും പ്രധാനമായി, കൃതജ്ഞത താരതമ്യങ്ങൾ കുറയ്ക്കുകയും അംഗീകാരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. നാം നന്ദിയുള്ളവരാകുമ്പോൾ നാം നമ്മെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യില്ല. അങ്ങനെ നമ്മുടെ സ്വന്തം നേട്ടങ്ങളും അനുഗ്രഹങ്ങളും അംഗീകരിക്കുവാനും സംതൃപ്തനായി ഇരിക്കാനും ഇത് നമ്മെ സഹായിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും നന്ദി പ്രകടിപ്പിക്കുന്നതിൽ നമ്മൾ മലയാളികൾ വലിയ പിശുക്കരാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എതിരെ വരുന്ന ഡ്രൈവർ ഹെഡ്ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഇതിൻ്റെ അർത്ഥം എന്താ?
ഞാൻ പോകുന്നു, നിങ്ങൾ അവിടെ നിൽക്ക് എന്നാണ് ഇതിന് നൽകുന്ന വ്യാഖ്യാനം. എന്നാൽ പുറം രാജ്യങ്ങളിൽ അങ്ങനെയല്ല. എതിരെ വരുന്നയാൾ ഹെഡ്ലൈറ്റ് ഫ്ലാഷ് ചെയ്താൽ അതിൻ്റെ അർത്ഥം ഞാൻ വെയിറ്റ് ചെയ്യുന്നു, താങ്കൾ ദയവായി പോവൂ എന്നാണ്. കാർ മുന്നോട്ടെടുക്കുന്ന ആൾ എതിർ ദിശയിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിലെ ഡ്രൈവറോട് താങ്ക് യു എന്ന് പറഞ്ഞ് കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യും. ഇതുപോലൊരു കാഴ്ച എന്നാണ് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുക? വിദേശത്ത് പോയി പേരക്കുട്ടികളോടൊത്ത് കഴിയുമ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോൾ നൽകിയാലും അവർ താങ്ക് യു അപ്പച്ച എന്ന് പറയും. ഇങ്ങനെ പറയാൻ നഴ്സറി ക്ലാസ് മുതൽ അവരെ പരിശീലിപ്പിക്കുന്നു. പ്രൊവിഷൻ സ്റ്റോറ്, മോള്, ഇവിടെ എവിടെ പോയാലും താങ്ക് യു ശബ്ദങ്ങൾ കേൾക്കാം. മെട്രോയിൽ സഞ്ചരിക്കുമ്പോൾ മറ്റൊരാൾക്ക് സീറ്റ് ഓഫർ ചെയ്താൽ താങ്ക് യു എന്ന് പറഞ്ഞിട്ടേ അയാൾ ആ ഇരിപ്പിടത്തിൽ ഇരിക്കും. ഇവിടെയാണെങ്കിലോ ഒരു മിണ്ടാട്ടവും ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന നന്മകളെ ഓർക്കാനും നന്ദി പറയാനും നാം ശ്രദ്ധിക്കണം. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ആ ദിവസം നിങ്ങൾക്ക് സന്തോഷം പകർന്ന സന്ദർഭങ്ങൾ ഓർക്കുക. അത് സമ്മാനിച്ചവരെയും ഓർക്കുക. അവരുടെ പേരുകൾ ഒരു ഡയറിയിൽ കുറിച്ചിടുക. കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ ലിസ്റ്റ് വലുതായി വലുതായി വരുന്നത് കാണാം. നാം ശ്വസിക്കുന്ന വായു മുതൽ ഹൃദയത്തുടിപ്പുകൾ വരെ, സൂര്യൻ നൽകുന്ന ചൂട് മുതൽ കുടുംബാംഗങ്ങൾ ആശ്ലേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊഷ്മളത വരെ എല്ലാ മിനിറ്റും നന്ദി പറയാനുള്ള അവസരങ്ങളാണ്. നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളിലാണ് നന്ദിയുടെ പുഷ്പങ്ങൾ വിടരുന്നത്. ആരോട് ഞാൻ നന്ദി ചൊല്ലേണ്ടു എന്ന വരികളിൽ ആരംഭിക്കുന്ന ഒരു സിനിമാ പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? കോന്നിയൂർ ദാസ് എഴുതി രവീന്ദ്രൻ മാഷ് സംഗീതം ചെയ്ത് യേശുദാസ് ആലപിച്ച ഒരു ഗാനം. ആദ്യത്തെ 4 വരികൾ ഞാൻ പറയാം. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, ഭൂമിയിൽ വന്ന് അവതാരമെടുക്കാൻ എനിക്കന്ന് പാതിമയായ പിതാവിനോ, പിന്നതിൽ പാതിമയായ മാതാവിനോ, പിന്നെയും 10 മാസം ചുമന്ന എന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനോ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് തുടങ്ങുന്ന വരികളാണ് ഈ പാട്ടിലുള്ളത്. ആരോടൊക്കെ നന്ദി പറയണം? ഇതിനുള്ള മറുപടി സുഗതകുമാരിയുടെ നന്ദി എന്ന കവിതയിലുണ്ട്. പ്രകാശത്തിൻ്റെ സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് കവയത്രി പാടുന്നു: ദേവാ, ജീവിത ബിന്ദു ഇപ്പോഴും നിൻ കാരുണ്യം തൂവിടും വെളിച്ചത്തിൽ ഇടറി തിളങ്ങിടുന്നു. നിന്റെ വിരൽ തുമ്പാലങ്ങ് തൊടുമ്പോൾ അതിൽ നോവായി ആവിയായി അല്പാൽപമായി ഇങ്ങനെ മറഞ്ഞാലും നന്ദി ഞാൻ അറിയുന്നു. നിൻ കടാക്ഷത്താലല്ലോ തിങ്കളിൻ തരിയായി നീർത്തുള്ളി തിളങ്ങുന്നു. തനിയെ നിൻ കാരുണ്യമില്ലായെങ്കിൽ പ്രഭു തണുത്തുറയും കണ്ണീർത്തുള്ളി മാത്രമായി മറഞ്ഞേനെ ഞാൻ. എരിയുന്ന നിന്റെ ചുംബനമേൽക്കവേ എൻ്റെ ആത്മാവ് ഉരുകുന്നെങ്കിലും എന്തേ, പൂവിൻ്റെ കിനാവായി മഞ്ഞിൻ്റെ തെളിമുത്തുമണിയായി നക്ഷത്രമായി വിൺവെളിച്ചത്തിൽ വെള്ളി നുറുങ്ങായി തീർന്നല്ലോ ഞാൻ എന്നാണ് കവി പാടുന്നത്. അംഗീകാരം ആഗ്രഹിക്കാത്തവരായി ആരുണ്ട് ഈ ലോകത്തിൽ? മറ്റുള്ളവരെ ഉദാഹരിക്കുന്ന എന്തിന്? ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. പ്രസംഗം നടത്തി കഴിഞ്ഞാൽ സദസ്സ് കൈയടിക്കുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഇവിടെയും മലയാളികൾ പൊതുവെ പിശുക്കരാണ്. ഒരു ചെറിയ കൈയടി, അത്രമാത്രം. പുറത്തിറങ്ങിയാലും ആരും ഒന്നും പറയില്ല. ഞാൻ നിരാശനാകും. ഇപ്പോൾ ഞാൻ ഭാവികയുടെ ബാനറിൽ നടത്തുന്ന ഈ ലഘു പ്രഭാഷണം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രതികരണം അറിയാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കും. പക്ഷെ വളരെ കുറച്ചു പേരെയേ പ്രതികരിക്കും. അമേരിക്കയിൽ നിന്നും ഡോക്ടർ ജോ, കാനഡയിൽ നിന്നും ഫാദർ ഫിലിപ്പോസ് ഫിലിപ്പ്, കുവൈറ്റിൽ നിന്നും ഡെന്നി, ദില്ലിയിൽ നിന്നും ജേക്കബ് സാമുവൽ, ലില്ലി ജോർജ്, തിരുവനന്തപുരത്ത് നിന്ന് ടി കെ തോമസ്, കെ പി വേണുഗോപാൽ, കൊച്ചിയിൽ നിന്ന് മൈഥിലി, കോട്ടയത്ത് നിന്ന് പ്രണവ്, അല്ലെങ്കിൽ സി സി ചെറിയാനച്ചൻ, BMS ഡെന്റൽ കോളേജിൽ നിന്ന് ഡോക്ടർ ബിജു, രാജേഷ് പിള്ള, സുദീപ്, അരുണിമ, സ്മിത, വർഷ, മേഘ, പാലക്കാട് നിന്ന് അജിത് മോഹൻ, ഇങ്ങനെ കുറച്ചു പേർ പ്രതികരിക്കുമ്പോൾ എൻ്റെ സങ്കടം മാറുന്നു. അപ്പോൾ ഞാൻ
കൂടുതൽ ഉന്മേഷവാനാകുന്നു. എല്ലാ മനുഷ്യരും ഇങ്ങനെയല്ലേ? ഒരു താരകയെ കാണുമ്പോൾ അത് രാവ് മറക്കും. ഒരു താരകയെ കാണുമ്പോൾ അത് രാവ് മറക്കും. പുതുമഴ കാണെ വരൾച്ച മറക്കും. പുതുമഴ കാണെ വരൾച്ച മറക്കും. പാൽച്ചിരി കണ്ടത് മൃതിയെ മറന്ന് സുഖിച്ചേ പോകും. പാൽച്ചിരി കണ്ടത് മൃതിയെ മറന്ന് സുഖിച്ചേ പോകും. പാവം മാനവ ഹൃദയം. സുഗതകുമാരിയുടെ പ്രസിദ്ധമായ പാവം മാനവ ഹൃദയത്തിലെ എന്ന കവിതയിലെ വരികളാണ് ഞാനിവിടെ പറഞ്ഞത്. മനുഷ്യന് ഇത്രയേ ഉള്ളൂ. ചെറിയ ചെറിയ സന്തോഷങ്ങളെ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അതേ അവർക്ക് കൊടുക്കേണ്ടതുള്ളൂ. അവർക്ക് എപ്പോഴും സന്തോഷം പകരുക, മറ്റുള്ളവർക്ക് സന്തോഷം പകരുക, നന്ദിയുള്ളവരാവുക. ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Bhavika, a student enrichment program.